ജെറമ്യ 29 അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. നബൂഖദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമ്യ പ്രവാചകൻ ജെറുസലേമിൽ നിന്ന് അയച്ച കത്തിന്റെ പകർപ്പ്. യെഖോനിയ രാജാവും യജമാതാവും ഷണ്ഡന്മാരുടെയും യൂദയിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറുസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്തയച്ചത്. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദേക്യ അയച്ചവനും ഹിൽക്കിയയുടെ പുത്രനുമായ ഗമറിയായും ഷാഫാന്റെ പുത്രനും എലേസായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത്. കത്തിലെ സന്ദേശം ഇതാണ്: ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവോട് ചെയ്യുന്നു. വീട് പണിത് അതിൽ വസിക്കുവേൻ, തോട്ടങ്ങൾ നട്ടുപിടിച്ച് ഫലങ്ങൾ അനുഭവിക്കുവേൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവേൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവേൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിന് യത്നിക്കുവേൻ, അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവോട് ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത്. അവരുടെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചില്ല. കർത്താവോട് ചെയ്യുന്നു: ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും. കർത്താവോട് ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവോട് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചു, ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവോട് ചെയ്യുന്നു. കർത്താവ് നമുക്ക് ബാബിലോണിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവോട് ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും. അവരെ ഞാൻ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും. സൈന്യങ്ങളുടെ കർത്താവോട് ചെയ്യുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും. ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ ബീഭത്സവസ്തുവും ശാപവുമായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച രാജ്യങ്ങളെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവജ്ഞയും ജനിപ്പിക്കും. ഇതിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രവിക്കാതിരുന്നത് കൊണ്ടാണ്. കർത്താവോട് ചെയ്യുന്നു: ഞാൻ ഇടവിടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്ക് കേട്ടില്ല. അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവോട് ചെയ്യുന്നു. കോലായയുടെ പുത്രനും ആഹാബും മാസിയായുടെ പുത്രൻ സെദേക്കിയായും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു. ഇതാ അവരെ ഞാൻ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഞാൻ അവരെ വധിക്കും. അവരുടെ അന്ത്യത്തെ ആസ്പദമാക്കി ബാബിലോണിലേക്കുള്ള യൂദാ പ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും: സെദേക്കിയായും ആഹാബിനെയും ബാബിലോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോട് ചെയ്യട്ടെ. അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയോ ഞാൻ കൽപ്പിക്കാതെ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയോ ചെയ്ത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണത്. ഞാനതറിയുന്നു. ഞാൻ തന്നെ അതിന് സാക്ഷിയാണ്. കർത്താവോട് ചെയ്യുന്നു. നെഹലാമ്യനായ ഷെമായയോട് നീ പറയണം: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവോട് ചെയ്യുന്നു: ഈ ജെറുസലേമിലുള്ള ജനത്തിനും പുരോഹിതനുമായ മാസേയയുടെ പുത്രൻ സെഫാനിയായിക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു. കർത്താവ് യഹോയാദയ്ക്ക് പകരം നിന്നെ പുരോഹിതനാക്കിയത് നീ ദേവാലയത്തിൽ അധികാരി ആയിരിക്കുന്നതിനും
പ്രവാചക വേഷം കെട്ടുന്ന ഭ്രാന്തന്മാരെ വിലങ്ങുവച്ച് തടവിലാക്കുന്നതിനു വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ പ്രവാചകനെന്ന് നടിക്കുന്ന അനാത്തോത്തുകാരനായ ജെറമ്യായെ ശാസിക്കുന്നതെന്ത്? അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളെ അയച്ച് ഈ പ്രവാസം ദീർഘിക്കും, വീട് പണിത് വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിച്ച് ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞത്. പുരോഹിതനായ സെഫാനിയ ജെറമ്യ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു. അപ്പോൾ ജെറമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ആളെ അയച്ച് എല്ലാ പ്രവാസികളോടും പറയുക, നെഹലാമിനായ ഷെമായെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നെഹലാമിനായ ഷെമായെയും അവൻ്റെ സന്തതികളെയും ശിക്ഷിക്കും. എൻ്റെ ജനത്തിന് ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരിൽ ആരും അവശേഷിക്കുകയില്ല. ജെറമ്യ 30-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ നിന്ന് ജെറമ്യായ്ക്കുണ്ടായ അരുളപ്പാട്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക. എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂദയുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. കർത്താവാണത് പറയുന്നത്. ഇസ്രായേലിനെയും യൂദയെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ ഇവയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഒരു സ്വരം, സമാധാനത്തിൻ്റെതല്ല, ഭീതിയുടെയും സംഭ്രമത്തിൻ്റെയും നിലവിളി. പുരുഷന് പ്രസവവേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെപ്പോലെ പുരുഷന്മാരെല്ലാവരും നടുവിന് കൈകൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട്? മഹത്വവും അതുല്യവുമായ ആ ദിവസം അത് യാക്കോബിന് അനർത്ഥകാലമാണ്, എങ്കിലും അവൻ രക്ഷപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, വിദേശികൾ അവരെ അടിമകളാവുകയില്ല. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്ക് വേണ്ടി അവൻ അയക്കുന്ന ദാവീദ് രാജാവിനെയും സേവിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ വിസ്മയിക്കേണ്ട. നിന്നെ വിദൂരദേശത്തു നിന്ന് നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് ശാന്തി നുകരും, ആരും അവനെ ഭയപ്പെടുകയില്ല. നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെ ഇടയിൽ നിന്നെ ചിതറിച്ചോ ആ ജനതകളെയെല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും. നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. നീതിപൂർവം ഞാൻ നിന്നെ ശാസിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു. നിന്റെ മുറിവ് ഗുരുതരമാണ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. നിന്റെ മുറിവിന് മരുന്നില്ല. നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല. നിന്റെ സ്നേഹിതന്മാരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു. അവർ നിന്റെ കാര്യം അന്വേഷിക്കുന്നതേയില്ല. എന്തെന്നാൽ നിന്റെ അസഖ്യം അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതമേൽപ്പിക്കുന്ന ശത്രുവിനെ പോലെയും ക്രൂരമായി ശിക്ഷിക്കുന്നവനെ പോലെയും ഞാൻ നിന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വേദനയെ ചൊല്ലി എന്തിനു നിലവിളിക്കുന്നു? നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല. എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ്. ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത്. അതിനാൽ നിന്നെ വധിക്കുന്നവരെല്ലാം വധിക്കപ്പെടും. നിന്റെ ശത്രുക്കൾ ഒന്നൊഴിയാതെ പ്രവാസികളാകും. നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ളയടിക്കപ്പെടും. നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ചയ്ക്ക് വിധേയരാക്കും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലത്തങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്നും വീണ്ടും പണിയപ്പെടും. കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. അവയിൽ നിന്ന് കൃതജ്ഞതാഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവും ഉയരും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും. അവർ കുറഞ്ഞു പോവുകയില്ല. ഞാൻ അവരെ മഹത്വമണിയിക്കും. അവർ നിസ്സാരരാവുകയില്ല. അവരുടെ മക്കൾ പൂർവ്വകാലത്തേതുപോലെയാകും. അവരുടെ സമൂഹം എൻ്റെ മുമ്പിൽ സുസ്ഥാപിതമാകും. അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെയായിരിക്കും. അവരുടെ ഭരണാധിപൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും. എൻ്റെ സന്നദ്ധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും.
അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ്, ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടന്റെ തലയിൽ ആഞ്ഞടിക്കും. തൻ്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ കർത്താവിൻ്റെ ഉഗ്രകോപം ശമിക്കുകയില്ല. അവസാന നാളുകളിൽ നിങ്ങളത് ഗ്രഹിക്കും.